ഇന്നൊരു മപ്പാസാണ് ഉണ്ടാക്കുന്നത്. ഈ കരിമീൻ കൊണ്ട്. മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതൊരു വലിയ ജോലി തന്നെയല്ലേ. മീനൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് മസാലയൊക്കെ നമുക്ക് എടുത്ത് ഒന്ന് പുരട്ടി ജസ്റ്റ് നമുക്കൊന്ന് വറുത്ത് എടുത്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി മീൻ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമ്മൾ ഫ്രൈ ആക്കാതെയും വെക്കാറുണ്ടല്ലോ. ഇതാകുമ്പോൾ ഒട്ടും പൊടിഞ്ഞു പോകാതെ കഷ്ണം അങ്ങനെ തന്നെ കിട്ടും. അതൊരു 10-15 മിനിറ്റ് നേരം ഒന്നിരിക്കട്ടെ. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പിടി ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം നല്ല പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വെളുത്തുള്ളിയും 1 സ്പൂൺ ഇഞ്ചിയുണ്ട്. 2.5 കപ്പ് തേങ്ങയുണ്ട്. ഇതിൻ്റെ പാലെടുക്കണം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത്ര മതിയാകും. മീൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്ര മതിയാകും നമുക്ക് മീൻ ഫ്രൈ ആയത്. മീനെല്ലാം ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിയൊക്കെ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം വെളുത്തുള്ളി ഇടാം. അങ്ങനെയെല്ലാം നമുക്ക് ഒന്ന് വഴറ്റി എടുക്കണം. ഞാൻ ഈ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഈ മുളകിന് തന്നെ നല്ല എരിവുള്ളതാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് 2 കപ്പ് തനിപ്പാലാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് 2ാം പാലാണ്. അത് 2 കപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് തിളക്കട്ടെ. 2 കഷ്ണം പുളിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് തിളക്കട്ടെ. പുളി ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. തക്കാളിയുടെ പുളി മതി എങ്കിൽ അത് തന്നെ ചേർക്കാം. ഞാൻ 2 കഷ്ണം പുളി ഇട്ടു. ആ തേങ്ങാപ്പാലൊക്കെ എല്ലാം ഒഴിച്ച് വരുമ്പോഴേക്കും കറക്റ്റ് ആ പുളി ഒക്കെ കിട്ടും. മീനൊക്കെ തിളച്ച് നല്ല ചാറൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തനിപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഫ്രഷ് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് സെർവ് ചെയ്യാം. വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം. താങ്ക് യു. കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.